പത്തനാപുരത്തിന്റെ സ്വന്തം ഗണേഷ് കുമാർ ഇക്കുറിയും ജനവിധി തേടുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിലും പത്തനാപുരത്തിന്റെ MLA ആയും വെള്ളിത്തിരിയിലെ പ്രിയ നടനായും മലയാളികൾക്കേറെ സുപരിചിതനാണ് ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിലും സിനിമയിലും തന്റേതായ ഇടം കണ്ടെത്താൻ KB ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്നാണ് ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. നിലവിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇദ്ദേഹം KSRTCയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നഷ്ടത്തിലായിരുന്ന KSRTCയെ ലാഭത്തിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് പറ്റി. 2001 പത്തനാപുരം മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2006, 2011, 2016, 2021 വർഷങ്ങളിലും അതേ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. KSRTC ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. ഹാപ്പി ലോങ് ലൈഫ് ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി, തത്സമയ സ്റ്റോപ്പ് വിവരങ്ങൾ, ബസ് സമയ വിവരങ്ങൾ, വാർത്തകൾ, പ്രധാന അറിയിപ്പുകൾ, സന്ദേശങ്ങൾ, വിനോദ പരിപാടികൾ എന്നിവ യാത്രക്കാർക്ക് അറിയുന്നതിനായി പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം പദ്ധതി നടപ്പിലാക്കിയതും, KSRTC മെഡിക്കൽ സെന്റർ ആൻഡ് ഡയാലിസിസ് യൂണിറ്റ് പദ്ധതി, KSRTCയിൽ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി, നിരവധി ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ, പ്രീമിയം ബസ് സർവീസുകൾ, അങ്ങനെ നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾ ഗണേഷ് കുമാർ മന്ത്രിയായ കാലയളവിൽ നടപ്പിലാക്കി. അഴിമതിയും കൊടും കാര്യസ്ഥതയും മരങ്ങുവാഴുന്ന കേരളത്തിൽ ഗണേഷ് കുമാറിനെ പോലെയുള്ളവരല്ലേ വരേണ്ടത്. പത്തനാപുരത്തിന് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും ഗണേഷ് കുമാർ നൽകിയിട്ടില്ല. അവിടെ തന്നെ ഗണേഷ് കുമാർ വിജയിച്ചു കഴിഞ്ഞു.